പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, ഇന്നലെ അമ്മയിൽ പൊട്ടിത്തെറി ഉണ്ടായി. പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള ആളുകൾ രാജിവെച്ച് ഇറങ്ങി. നല്ല ചേരിപ്പോരായിരുന്നു. എന്തൊക്കെയാണ് ഈ ചക്രവർത്തി പോരാട്ടത്തിൻ്റെ ഫലം എന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ അഭിനേതാക്കളുടെ സംഘടന വളരെയേറെ പ്രതീക്ഷയോടെ ഉള്ള ഒരു താരസംഘടനയിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും പുറത്തേക്ക് പൂർണ്ണമായിട്ടും അറിയില്ല. ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പോരാട്ടമാണ് നടന്നത്. എന്നാൽ ഈ പൊട്ടിത്തെറിയിൽ അതിശക്തമായൊരു പ്രതികരണമായിട്ട് നടി മാലാ പാർവതി രംഗത്ത് വന്നു. ഗ്രൂപ്പ് തിരിഞ്ഞുള്ള കമ്മിറ്റിയുടെ പ്രവർത്തനവും സ്വജനപക്ഷപാതവുമാണ് നിലവിലെ കമ്മിറ്റിയിൽ നടന്നതെന്ന് മാലാ പാർവതി 24 പറഞ്ഞു. ഒന്നിച്ച് പ്രവർത്തിക്കേണ്ട സെക്രട്ടറിയും പ്രസിഡന്റും രണ്ട് തട്ടിൽ പോരടിച്ച് സംഘടനയെ ദുർബലമാക്കി. അമ്മയെപ്പോലെ ചേർത്ത് പിടിക്കേണ്ട സംഘടന അൻസിബിയുടെ കാര്യത്തിൽ മറിച്ച് നിലപാടെടുത്തത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും മാലാ പാർവതി. വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് നീങ്ങിയിരുന്ന താരങ്ങളുടെ സംഘടന അമ്മ എന്ന് പറയുന്ന സംഘടന ഇപ്പോൾ അതിൻ്റെ അധികാര സ്ഥാനത്തിരുന്നവരെല്ലാം കൂടി ഒറ്റയടിക്ക് രാജിവെച്ച് പുതിയൊരു അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വന്നിരിക്കുകയാണ്. കമ്മിറ്റി എന്നാണെങ്കിലും പുതിയ കാര്യങ്ങൾ നിലവിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിശോധിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴും ഒരുപാട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഇപ്പോഴും താരസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്നാലും സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ വേണ്ടി ഇപ്പോൾ മാലാ പാർവതി ചേരുന്നുണ്ട്. ഒരു ഇരവാദം അവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ അവസാനം പോയ ശ്വേതാ മേനോൻ പറഞ്ഞതുപോലും അവരൊരു സ്ത്രീയാണെന്ന പരിഗണന പോലും നൽകാതെ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നുള്ളതാണ്. ആ ഒരു ഇരവാദത്തിന് പ്രസക്തിയുണ്ട്? ഒരു പ്രസക്തിയും ഇല്ല എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. കാരണം ഒരു സ്ത്രീ കമ്മിറ്റി വന്നതിൽ ഏറ്റവും സന്തോഷിച്ച ഒരു അമ്മ സംഘം തന്നെയായിരുന്നു. സംഘടന കഴിഞ്ഞ പ്രാവശ്യം ബഹുഭൂരിപക്ഷം പേരും ശ്വേതാ മേനോനെയും കുക്കു പരമേശ്വരനെയും അംഗീകരിച്ചുകൊണ്ട് അവർ ഭരിക്കുന്നതിൽ സന്തോഷം പ്രകടിപ്പിച്ചിരുന്നതാണ്. ഈ പ്രശ്നങ്ങൾ ഇതിനു മുമ്പെല്ലാം അമ്മ സംഘടനയ്ക്ക് ഉണ്ടാവുന്നത് പുറം ലോകത്തു നിന്നാണ്. മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ഒക്കെ പ്രശ്നങ്ങളാണ്. അല്ലാതെ അതിനകത്ത് സംഘത്തിൽ എല്ലാവരും ഒരുമിച്ചാണ് നിന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അമ്മ മെമ്പേഴ്സിനോട് ഒരു കാര്യവും പറയാറില്ലെങ്കിൽ ഇവരുടെ അകത്ത് ഒരുപാട് വിള്ളലുണ്ടാവുകയും അങ്ങനെ പ്രശ്നങ്ങൾ പുറത്തു വരികയുമാണ് ചെയ്തത്. ഇന്ന് ഒരു സ്ത്രീ എന്നുള്ള പരിഗണന നൽകിയില്ല എന്ന് പറഞ്ഞാൽ ആ പ്രശ്നങ്ങൾ അതിരൂക്ഷമായി അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന അതിലെ ഒരു അംഗമായ അൻസിബ, ഒരുപക്ഷെ എല്ലാവരെക്കാട്ടി പ്രായം കുറവുള്ള അൻസിബ നമ്മളോട് പൊതുസമക്ഷം പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് തെളിവ് സഹിതം കൃത്യമായി ഒരു 10-22 മിനിറ്റ് നിന്ന് ആനുവൽ ജനറൽ ബോഡിയിൽ അവതരിപ്പിച്ചു. തെളിവ് സഹിതം ഓരോന്നിനും പറഞ്ഞ് നിശബ്ദമായി ഒരു മുട്ടുസൂചി വീണാൽ കേൾക്കുന്നത് പോലെ ജനം കേട്ടുകൊണ്ടിരുന്നു. ഒന്നാമത് പ്രസിഡന്റും സെക്രട്ടറിയും ഒരുമിച്ച് പോകേണ്ടവരാണ്. അതിൽ ആരാണ് വലുത് ആരാണ് ചെറുതെന്ന് നോക്കാനുള്ള സ്ഥലമല്ലത്. ഒരുമിച്ച് പ്രവർത്തിക്കണം, അതാണ് അതിൻ്റെ ഒരു രീതി. ഇവർ രണ്ടും രണ്ട് ചേരിയിലായി, എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും. അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. ഗ്രൂപ്പായിരുന്നു പ്രധാനമായിട്ടുള്ളത്. ഇവർ എന്താണ് ഇവിടെ ചെയ്യാൻ ശ്രമിച്ചത്? കേരളമാണ്, ഇവിടെ ഇങ്ങനത്തെ കഥകളൊന്നും ഓടൂല. ഇവിടെ ഒരു വിക്ടിം കാർഡ് ഓടൂല, ഒരു ജിഹാദി വിളി ഓടൂല. തിരിച്ചറിയാനുള്ള ബോധം ഉണ്ടാവണം, അല്ലെങ്കിൽ വലിയ പാടായിരിക്കും. അത് കുക്കു പരമേശ്വരൻ അടങ്ങുന്ന കമ്മിറ്റിയാണ് ഇത് ചെയ്തതെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് വലിയ സങ്കടമുണ്ട്, ദുഃഖമുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നും ആയിരുന്നില്ല. അതൊരു കൊച്ചു പെൺകുട്ടിയാണ്, അതിനെ ചേർത്ത് നിർത്താൻ പറ്റിയില്ലെങ്കിൽ. ആരെങ്കിലും വിളിച്ചൊന്ന് കരഞ്ഞാൽ അലിയുന്ന മനസ്സുള്ള പിന്നെ ടിനി ടോമിനെ പ്രേം നസീർ വിഷയത്തിൽ പ്രശ്നം വന്നപ്പോൾ പിന്നെ അവിടെ ജനൻ ടി വിയിൽ വരെ പോയി അവിടെ ആ കുട്ടിയെ പ്രശ്നം പരിഹരിച്ചു കൊടുത്ത് അങ്ങനത്തെ ഒരു അലിവുള്ള ഒരു കുട്ടിയെ ഇത്രയും അവർക്ക് എതിർപക്ഷത്താക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്നാണ് എനിക്ക് ചോദിക്കുന്നത്. വളരെ നമുക്ക് ചമ്മൽ തോന്നുന്ന തരത്തിലുള്ള പെരുമാറ്റവും വർത്തമാനങ്ങളുമാണ് അവിടെ പലതും ഉണ്ടായത്. മാലാ പാർവതി പറഞ്ഞ കാര്യം വ്യക്തമാണ്. അതായത് ഉത്തരവാദിത്വപ്പെട്ടവർ അവർ കാണിക്കേണ്ട ഉത്തരവാദിത്വം കാണിക്കാതിരുന്നതാണ് അമ്മയുടെ ഭരണസമിതിക്ക് ഇപ്പോൾ ഉണ്ടായ നെടുകை പിളർച്ചയ്ക്കുള്ള കാരണം എന്നുള്ളതാണ് രത്നച്ചുരുക്കത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഇങ്ങനെ ആകേണ്ടിയിരുന്നില്ല സംഘടനയുടെ നേതൃത്വം എന്നുകൂടിയാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. ക്യാമറമാൻ ഷിജു ചവർക്കൊപ്പം ലാൽകൃഷ്ണ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.